ദൈവവചന ചിന്തയ്ക്കായി നമുക്ക് അല്പസമയം ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കാം. ജോസഫൻ ചോദിച്ചു തുടങ്ങിയ അതേ ചോദ്യമാണ് എനിക്കും ചോദിക്കുവാനായിട്ടുള്ളത്. എന്തിനാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്? ഈ ചോദ്യപേപ്പറുകളൊക്കെ ക്രമീകരിക്കുമ്പം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങളുണ്ട്, അറിയാമല്ലോ. ഒരു ചോദ്യം, അതിന് 3-4 ഉത്തരങ്ങൾ കൊടുക്കും. അതിൽ ഒരു ഉത്തരമായിരിക്കും ശരി, അല്ലെങ്കിൽ ഒരു ഉത്തരമായിരിക്കും ഏറ്റവും ശരി, അതുമല്ലെങ്കിൽ ഉത്തരങ്ങളെല്ലാം തെറ്റായിരിക്കും, അല്ലെങ്കിൽ ഉത്തരമെല്ലാം ശരിയുമായിരിക്കും. അപ്പോൾ ഉത്തരമെല്ലാം ശരിയാണെങ്കിൽ എല്ലാം ശരിയാണ് എന്നുള്ള കോളത്തിൽ ടിക്ക് ചെയ്യണം. എന്ന് പറഞ്ഞതുപോലെ കർത്താവ് എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ അതിന് ശരിയായിട്ടുള്ള ഒത്തിരി ഉത്തരങ്ങളുണ്ട്. ഒന്ന് നമ്മൾ ഇന്ന് രാവിലെ കേട്ടു, മറ്റൊന്ന് റിഗേഷ് സഹോദരൻ സംസാരിച്ചപ്പോൾ അത് സൂചിപ്പിച്ചു. പിന്നെ നമ്മൾ പതിവായിട്ട് ചിന്തിക്കാറുള്ളൊരു കാര്യമുണ്ട്, തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുന്നതിന് വേണ്ടി മുൻനിയമിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്ന് കർത്താവ് വന്നതിൻ്റെ മറ്റൊരു ലക്ഷ്യം, ഇതെല്ലാം ഒന്നിനോടൊന്ന് ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്, മറ്റൊരു ലക്ഷ്യം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഏവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 2-ാമത്തെ അധ്യായം, രക്ഷയെ സംബന്ധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, 8 മുതലുള്ള വാക്യങ്ങൾ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഇപ്പം രക്ഷയെ സംബന്ധിച്ച് ഇന്ന് ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമായി എടുത്തിരിക്കുന്നത് ഈ 8-9 വാക്യങ്ങളാണ്. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് പ്രവൃത്തികൾ കാരണമല്ല, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല എന്ന് പറഞ്ഞിട്ട് അവിടം കൊണ്ട് സാധാരണഗതിയിൽ അങ്ങ് അവസാനിപ്പിക്കും, അല്ലേ? തൃപ്തിയായി, വിശ്വാസം മൂലം ഒരു പ്രവൃത്തികളും കൂടാതെ ദൈവം എന്നെ രക്ഷിച്ചു, ദൈവം സകലരെയും അങ്ങനെ രക്ഷിക്കുന്നു, പ്രവൃത്തികളൊന്നും ദൈവം നോക്കുന്നില്ല. എന്നാൽ അതിനോട് ചേർന്ന് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള 10-ാമത്തെ വാക്യം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. എന്താണ്? നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. പ്രിയ സഹോദരൻ സംസാരിച്ചപ്പോൾ ഇന്ന് സൂചിപ്പിച്ചിരുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ അവനൊരു പുതിയ സൃഷ്ടിയായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ്? നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവർ ആകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോൾ ഓരോ വ്യക്തികളെയും ദൈവം രക്ഷിക്കുമ്പോൾ, ഓരോ വ്യക്തികളെയും ദൈവം വീണ്ടും ജനിപ്പിക്കുമ്പോൾ അവർക്ക് ചെയ്തു പോരേണ്ടതിന് കുറേ സൽപ്രവൃത്തികൾ ദൈവം നിശ്ചയിച്ച് അതിനു വേണ്ടുന്നതായിട്ടുള്ള എല്ലാ കഴിവുകളും അല്ലെങ്കിൽ കൃപാവരങ്ങളും കൊടുത്താണ് ദൈവം രക്ഷിക്കുന്നത്. നമുക്കറിയാം, പരിശുദ്ധാത്മാവാണ് നമുക്ക് കൃപാവരങ്ങളെ നൽകുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് കൃപാവരങ്ങളെ നൽകും എല്ലാവർക്കും. വീണ്ടും ജന്മം പ്രാപിച്ച ഒരു വ്യക്തിയാണോ അവർക്കെല്ലാവർക്കും ആത്മാവ് തനിച്ഛിക്കും പോലെ, ഓരോരുത്തരും അവനവൻ്റെ പ്രാപ്തി പോലെ എന്നാണ് നമ്മൾ വായിക്കുന്നത്, കൃപാവരങ്ങളെ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നാം ചെയ്തു പോരേണ്ടതിന് ദൈവം മുന്നൊരുക്കിയിരിക്കുന്നതായിട്ടുള്ള ചില പ്രവൃത്തികളുണ്ട്. അപ്പോൾ എന്തിനാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ, കർത്താവ് മുന്നൊരുക്കിയിരിക്കുന്ന പ്രവൃത്തികൾക്ക് വേണ്ടി ജീവിക്കുന്നതിന് വേണ്ടി,
രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് മാത്രമേ, വീണ്ടും ജന്മം പ്രാപിച്ച ഒരാൾക്ക് മാത്രമേ അത് ആ ഒരു നിലയിൽ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ അതിനുവേണ്ടി ഉള്ള ഒരു ഉത്തരവാദിത്വവും ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ സൽപ്രവൃത്തികളാലല്ല രക്ഷ എന്നുള്ളതുകൊണ്ട് സാധാരണഗതിയിൽ ഈ സൽപ്രവൃത്തികൾ എന്ന് പറയുന്നത് സുവിശേഷ വിഹിത സഭകളിൽ അതിന് യാതൊരു പ്രാധാന്യവും പൊതുവെ കൽപ്പിക്കാറില്ല. എന്നാൽ പൗരോഹിത്യ സഭകളിലേക്ക് നോക്കിയാൽ അവരുടെ രക്ഷ എന്ന് പറയുന്നത് അവരെ പ്രവൃത്തികളാലാണ് എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് എങ്ങനെയും കുറേ പ്രവർത്തിച്ച് ആത്മരക്ഷ പ്രാപിക്കണം എന്ന് തീരുമാനിച്ചിട്ട് അവരെന്തെങ്കിലുമൊക്കെ അവർ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും ഒക്കെ ഒരു കാലത്ത്, അനാഥാലയങ്ങളും ഒക്കെ ഒരു കാലത്ത് അവർ തുടങ്ങിയതും നടത്തിക്കൊണ്ടു പോകുന്നതും. എന്നാൽ ഇന്ന് അതൊക്കെ ഒരു വ്യവസായവും വ്യാപാരവുമായിട്ട് മാറി എന്നുള്ളത് ഒരു സത്യമാണ്. എങ്കിലും അതിൽ ധാരാളം നന്മ പ്രവൃത്തികളുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അവരുടെ രക്ഷയ്ക്ക് എന്താവശ്യമാണ്? പ്രവൃത്തികൾ ആവശ്യമാണ്. അതുകൊണ്ട് അവർ നല്ലതുപോലെ ആ നിലയിൽ വളരെ ത്യാഗപരമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. എന്നാൽ നമ്മുടെ രക്ഷയ്ക്ക് പ്രവൃത്തികൾ കാരണമല്ല. നാം രക്ഷിക്കപ്പെട്ടു, നരകത്തിൽ നിന്നൊക്കെ നമുക്ക് വിടുതലും പ്രാപിച്ചു, ഇനി ഒരു കുഴപ്പവുമില്ല, അതുകൊണ്ട് ഒന്നും പ്രവർത്തിക്കേണ്ടതായിട്ട് ആവശ്യമില്ല. നമുക്ക് എന്തായി ഉറപ്പ്? സ്വർഗമായി ഉറപ്പ്, അല്ലേ? എന്നാൽ പിന്നെ വല്ല പ്രവൃത്തി ആവശ്യമുണ്ടോ? ഇല്ല. ഇതാണ് സുവിശേഷ വിഹിത സഭകളിൽ വന്നിരിക്കുന്നതായിട്ടുള്ള ഒരു ചിന്താഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നിലയിൽ പൗരോഹിത്യ സഭകൾ പ്രവൃത്തികളാൽ രക്ഷിക്കപ്പെടുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, മറ്റൊരു നിലയിൽ സുവിശേഷ വിഹിത സഭകൾ ഈ പ്രവൃത്തികളെ ഒരു മനുഷ്യന് ആവശ്യമില്ല എന്നുള്ള നിലയിലുള്ള പഠിപ്പീരാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. രക്ഷയ്ക്ക് പ്രവൃത്തികൾ ആവശ്യമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ശരി. അപ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ചും ദൈവം മുന്നൊരുക്കിയിരിക്കുന്നതായിട്ടുള്ള പ്രവൃത്തികളുണ്ട്. അത് ചെയ്തു പോരേണ്ടതിനാണ് ദൈവം ഒരുവനെ വീണ്ടും ജന്മം പ്രാപിച്ച് ഒരു പുതിയ സൃഷ്ടിയാക്കി വെച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും അതിനെക്കുറിച്ച് സംശയമുണ്ടോ? ഇല്ലല്ലോ. വളരെ കൃത്യമാണ്, അല്ലേ? പിന്നെ വീണ്ടും പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുവാനായിട്ട് കഴിയും. 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമായി വണ്ണം മാത്രം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെങ്കിൽ എന്ത് സംഭവിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. അപ്പോൾ അത് പൗലോസ് അപ്പോസ്തലന് കൊലോസിയിലെ വിശ്വാസികളെ സംബന്ധിച്ചുള്ളൊരു പ്രാർത്ഥനയായിരുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഈ കൃപ പെരുകി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ ധാരാളമായി പെരുകി വരുമ്പോൾ, വർദ്ധിച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കും? സൽപ്രവൃത്തികളിൽ പെരുകി വരും. അപ്പോൾ കൃപ പെരുകുന്നതിനനുസരിച്ച് സൽപ്രവൃത്തികളിൽ നാം പെരുകി വരും. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ പൂർണ്ണ തൃപ്തിയുള്ളവരായിട്ട് മാറും. അങ്ങനെയല്ലേ? നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിന് നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. പിന്നെ വീണ്ടും എന്തിനാണ് കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ചത് എന്നുള്ളതിന് തീത്തോസ് ലേഖനം എഴുതുമ്പോൾ അതിന് 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അപ്പോൾ തന്നെത്താൻ നമുക്ക് വേണ്ടി കർത്താവ് കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? സൽപ്രവൃത്തികളിൽ
ശുഷ്കാന്തിയുള്ളൊരു സ്വന്ത ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അപ്പോൾ കർത്താവ് കാൽവരിയിൽ ഒരു യാഗമായി മരിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങളുണ്ട്. ഇതിനൊക്കെ ഒത്തിരി ശരി ഉത്തരങ്ങളുണ്ട്. അതിലൊരു ശരി ഉത്തരമാണ് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്ത ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന്. അപ്പോൾ കർത്താവ് സ്വന്ത ജനമായി ശുദ്ധീകരിക്കുക എന്ന് വെച്ചാൽ വേർതിരിക്കുന്ന ജനത്തിന് വേണ്ടുന്നതായിട്ടുള്ള ഒരു വലിയ പ്രത്യേകതയായി പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായി. അതായത് നല്ല പ്രവൃത്തികൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതിലേക്ക് നാം വരുന്നുണ്ട്. സൽപ്രവൃത്തികൾ ചെയ്യാനായിട്ട് വളരെ ആകാംക്ഷയും ശുഷ്കാന്തി ഉള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിനുവേണ്ടി അങ്ങനെ നോക്കിയിരിക്കുക. എവിടെയെങ്കിലും ഒരു സൽപ്രവൃത്തി ചെയ്യാനായിട്ട് ഒരു സാധ്യതയുണ്ടോ എന്ന് നോക്കി അതിനൊരവസരം കാത്തിരിക്കുന്നത് പോലെ ഒരു മനോഭാവത്തോടു കൂടി ഇരിക്കുന്നതിനാണ് ശുഷ്കാന്തിയോട് കൂടി ഇരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനത്തിന് വേണ്ടിയാണ് കർത്താവ് തന്നെ കൊടുത്തത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. തീത്തോസ് ലേഖനം തന്നെ 2:17 വാക്യത്തിൽ വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. അപ്പം ഇവിടെ എന്താ പറയണേ? നിങ്ങൾ സകലത്തിലും നിങ്ങളെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കണം. സൽപ്രവൃത്തി ചെയ്യണമെന്നല്ല, ഇത് സൽപ്രവൃത്തികളിൽ അതിവിടെ തീത്തോസിനാണ് ലേഖനം എഴുതുന്നത്. തീത്തോസ് നമുക്കറിയാം ആദ്യകാലത്തെ സഭാപ്രവർത്തനങ്ങളിൽ ഉള്ള ഒരു ആളാണ്. അപ്പോൾ ഈ സൽപ്രവൃത്തികൾക്ക് നീ സകലർക്കും ഒരു മാതൃകയായിട്ട് കാണണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വിരോധി നിന്നെക്കുറിച്ച് തിന്മ പറയാൻ സാധ്യതയുണ്ട്. ഇത് തീത്തോസിനെ കുറിച്ച് മാത്രവുമല്ല. വിരോധി ആരാ? നമ്മുടെ വിരോധി എന്ന് പറയുന്നത് പിശാചാണ്. പിശാച് കർത്താവിനോട് പറയും, നീ നിന്റെ രക്തം കൊടുത്ത ഒരാളെ ഇങ്ങനെ വീണ്ടെടുത്തു, അവിടെ ഇരിപ്പുണ്ട്, അവന് യാതൊരു സൽപ്രവൃത്തിക്കും താല്പര്യമില്ലാത്ത, ആർക്കും ഒരു ഗുണവുമില്ലാത്ത ഒരാളാണ് എന്ന് പോയി കർത്താവിൻ്റെ അടുക്കൽ പറയും. നീ സൽപ്രവൃത്തികൾ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയല്ലേ നിന്റെ ജീവൻ ബലി കൊടുത്തു പോയത്. പക്ഷെ നോക്ക്, നീ വീണ്ടെടുത്തതായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ആർക്കും ഒരു ഉപകാരവുമില്ല, ഒരു സൽപ്രവൃത്തികളും ചെയ്യാൻ കഴിവില്ലാത്തവരും താല്പര്യമില്ലാത്തവരുമായിട്ട് അങ്ങനെ നിൽക്കുന്നല്ലോ എന്ന് ആര് പറയും? പിശാച് പറയും. ആരോട് പറയും? കർത്താവിനോട് പറയും. കർത്താവിന് എന്താ മറുപടി ഉള്ളേ? മറുപടിയുണ്ടോ? ഒരു മറുപടിയുമില്ല. അപ്പം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും പിശാച് എന്നിട്ട് കർത്താവിൻ്റെ അടുത്ത് പറയുക, ആ സുജോ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ നീ നിന്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്തു, അങ്ങനെ കൊണ്ട് എന്താ പ്രയോജനം? വല്ല ഗുണവുമുണ്ടോ? നിനക്ക് വല്ല ഗുണവുമുണ്ടോ? നിന്റെ സഭയ്ക്ക് വല്ല ഗുണവുമുണ്ടോ? നിന്റെ ജനത്തിന് വല്ല ഗുണവുമുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കാ നാണക്കേട്? നാണക്കേട് കർത്താവിനാണ്. അപ്പം നമ്മൾ കർത്താവിന് ലജ്ജ വരുത്തുന്നതായിട്ടുള്ള ആളുകളായിട്ട് തീരുമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. പിന്നെ വീണ്ടും തീത്തോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിലും വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവൃത്തിക്കും ഒരുങ്ങിയിരിപ്പാനും. അപ്പോൾ സകല സൽപ്രവൃത്തിക്കും ഒരുങ്ങിയിരിക്കണം, എല്ലാ സൽപ്രവൃത്തിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിനാണോ? 2 കാര്യത്തിനാണോ? അല്ല. സൽപ്രവൃത്തി എന്ന് പറഞ്ഞാൽ നല്ല പ്രവൃത്തി. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്തെങ്കിലും നല്ല പ്രവൃത്തികൾ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ നാം ദൈവസഭയിലോ അതല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തോ സമൂഹത്തിലോ ഒക്കെ നല്ല പ്രവൃത്തികൾ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു അവസരമുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ഒരുക്കത്തോടു കൂടി വേണം ദൈവമക്കൾ ജീവിക്കാൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് സമൂഹത്തിലും ആവശ്യമാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഗലാത്യ ലേഖനത്തിൽ നാം വായിക്കുന്നത്, അയാൾ നാം സകല മനുഷ്യർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക എന്നുള്ള പ്രമാണം നമുക്കുണ്ട്. സഹവിശ്വാസികൾക്ക് പ്രത്യേകാൽ ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാൽ സകല മനുഷ്യർക്കും നമ്മെക്കുറിച്ച് ഒരു സൽപ്രവൃത്തികൾ ശുഷ്കാന്തിയുള്ള ആളുകളാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ
ഒരുക്കം, എന്തിനുള്ള ഒരുക്കമായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുങ്ങിയിരിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ പലതുണ്ട്. അതിലൊന്നാണ് സൽപ്രവൃത്തികൾക്ക് വേണ്ടിയിട്ട് നാം ഒരുങ്ങിയിരിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ വീണ്ടും തീത്തോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ച് പറയണം. സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ച് പറയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു. അപ്പോൾ ഇവിടെയും എന്താ കാണുന്നത്? സൽപ്രവൃത്തികൾക്ക് ഒരുങ്ങിയിരിക്കണമെന്ന് നമ്മൾ നേരത്തെ കണ്ടു. സൽപ്രവൃത്തികളിൽ പെരുകി വരണമെന്ന് നമ്മൾ കണ്ടു. സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കണമെന്ന് നാം കണ്ടു. അത് മനുഷ്യർക്ക്, ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു. വീണ്ടും തീത്തോസ് എഴുതിയ ലേഖനം തന്നെ അതിൻ്റെ 13-14 വാക്യങ്ങളിൽ ന്യായശാസ്ത്രിയായ സേനാസിനും അപ്പല്ലോസിനും ഒരു മുട്ടും വരാതെ വണ്ണം ഉത്സാഹിച്ച് വഴിയാത്ര അയക്കുക. നമുക്കുള്ളവരും ഫലമില്ലാത്തവർ ആകാതെ അത്യാവശ്യ സംഗതികളിൽ സൽപ്രവൃത്തികൾക്ക് മുമ്പന്മാരായിരിക്കാൻ പഠിക്കട്ടെ. അപ്പോൾ ഇത് സൽപ്രവൃത്തികളിൽ മുമ്പന്മാരായിരിക്കുവാനായിട്ട് ഒരു പഠനം ആവശ്യമാണ്, ഒരു പഠിപ്പീര് ആവശ്യമാണ്. അത്യാവശ്യ സംഗതികളിൽ സൽപ്രവൃത്തികൾക്ക് മുമ്പന്മാരായിരിക്കുവാൻ പഠിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ സൽപ്രവൃത്തികളെ സംബന്ധിച്ച് ഇങ്ങനെ മുമ്പന്മാരായിട്ടിരിക്കുക, ഉത്സാഹികളായിട്ടിരിക്കുക, ഒരുങ്ങിയിരിക്കുക, ശുഷ്കാന്തിയുള്ളവരായിട്ടിരിക്കുക, മാതൃകയായിട്ടിരിക്കുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ എന്തിനാണ് ദൈവവചനം നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സൺഡേ സ്കൂളിലുള്ള പിള്ളേർക്ക് പോകാം. എന്തിനാണ് ദൈവവചനം നൽകിയിരിക്കുന്നത്? എന്തിനാണ് ദൈവവചനം നൽകിയിരിക്കുന്നത്? എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസിയുമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. അപ്പോൾ ദൈവവചനം എന്തിനാണ് നൽകിയിരിക്കുന്നത്? തിരുവെഴുത്തുകളുടെ ആവശ്യം എന്താ? മനുഷ്യരെ സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകുക. അപ്പോൾ നമ്മെ സംബന്ധിക്കുന്നതായിട്ടുള്ള ദൈവഹിതം എന്ന് പറയുന്നത് നാം ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരുക എന്നുള്ളതാണ്. അങ്ങനെ തികഞ്ഞവരായി തീരുന്നതിൻ്റെ പടിയാണ് എന്ത്? നമ്മുടെ ജീവിതത്തിൽ സൽപ്രവൃത്തികളിൽ വക പ്രാപിച്ച്, മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനായി തീരേണ്ടതിന്. സൽപ്രവൃത്തികൾ വളരെ പ്രധാനപ്പെട്ടതല്ലേ? ഈ സൽപ്രവൃത്തികളൊക്കെ വെളിവാകുന്ന ഒരു സമയമുണ്ട്. തിമോഥെയോസിന് എഴുതിയ ലേഖനം 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങളിൽ ചില മനുഷ്യരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പേ തന്നെ തെളിവായിരിക്കുന്നു, ചിലരുടെ പാപങ്ങളോ ക്രമേണ എത്രേ, സൽപ്രവൃത്തികളും അങ്ങനെ തന്നെ വെളിവാകുന്നു, വെളിവാകാത്തവയും മറഞ്ഞിരിക്കുകയില്ല. അപ്പോൾ സൽപ്രവൃത്തികളൊക്കെ വെളിവാകും എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ ആത്മീയ ജീവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്ന് നമുക്ക് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൽ നിന്ന് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല സകലവും നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലങ്ങളിലേക്ക് നല്ലൊരടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക. അപ്പോൾ ഈ ലോകത്തിലെ ധനവാന്മാരോടൊരു പ്രത്യേക കൽപ്പനയാണ്. എന്താണ്? അവർ ഈ നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, ഈ ലോകത്തിലെ ധനത്തിലൊന്നും യാതൊരു നിശ്ചയവുമില്ല. അത് വരും പോകും, അതല്ലെങ്കിൽ അനുഭവിക്കാൻ കഴിയാത്തതായിട്ടുള്ള സാഹചര്യങ്ങൾ വരും. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി നിശ്ചയമില്ലായ്മ ഈ ലോകത്തിൽ തന്നെ ഉണ്ട്, നമ്മുടെ ജീവനിലുണ്ട്, ഈ ലോകത്തിൻ്റെ അവസ്ഥയിലുണ്ട്. എന്നാൽ സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിലാണ് ആശ വയ്ക്കേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? അവരുടെ ധനം എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നന്മ ചെയ്യണം, സൽപ്രവൃത്തികളിൽ സമ്പന്നരായി. അവിടെ വീണ്ടും ഒരു വിശേഷണം എടുക്കുന്നുണ്ട്. എന്താണ്? സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും
ഔദാര്യമുള്ളവരുമായി. ഇതെന്തായിരിക്കണം? എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നാണോ? അല്ല, അതൊരു ശീലമായിരിക്കണം. ദാനശീലരും എന്ന് വെച്ചാൽ ദാനം ചെയ്യുന്നത് ഒരു ശീലമായിട്ടിരിക്കുന്ന ആളുകളായിരിക്കണം, ഔദാര്യമുള്ളവരായിരിക്കണം. അങ്ങനെ സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരടിസ്ഥാനം ഇടണം. സഹോദരിമാരെ കുറിച്ച് പറയുമ്പോൾ തിമോത്തിയോസിന് എഴുതിയ ലേഖനം 1 ലേഖനം 2 അധ്യായത്തിൻ്റെ 10 വാക്യത്തിൽ, പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം സൽപ്രവൃത്തികളെ കൊണ്ട് അത്ര അലങ്കരിക്കേണ്ടത്. അപ്പം ഇവിടെ ആഭരണങ്ങളൊക്കെ ഇട്ട് വന്നിട്ടുള്ള പല ആളുകളുണ്ടോ? ഇല്ല, കുറവല്ലേ? ആഭരണങ്ങൾ കുറവാണ്. അതുകൊണ്ട് നമ്മുടെ സഹോദരിമാരൊക്കെ ആഭരണമായിട്ട് സ്വർണവും വെള്ളിയും തങ്കമോ അല്ലെങ്കിൽ മുത്തോ അങ്ങനെയൊന്നും അല്ല, മറിച്ച് എന്താണ് അവരാഗ്രഹിക്കുന്നത്? സൽപ്രവൃത്തികളെ കൊണ്ട് അലങ്കരിക്കണം. സ്ത്രീകളുടെ അലങ്കാരം എന്ന് പറയുന്നത് സൽപ്രവൃത്തികളാണ് എന്നാണ്. പൊന്നിട്ടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷേ അലങ്കാരം എന്ന് പറയുന്നത് പൊന്നിലല്ല, മറിച്ച് നല്ല പ്രവൃത്തികളാലാണ് അലങ്കരിക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും, ഞാനൊരു പക്ഷേ നിങ്ങളുടെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടാകും, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ, നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നാം ജീവിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരുടെ ആഭരണത്തിൻ്റെയോ അവരുടെ വസ്ത്രത്തിൻ്റെയോ അവരുടെ സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നാം അവരെ സ്നേഹിക്കുന്നത്? ആണോ? അല്ല, അങ്ങനെയല്ല. പിന്നെ അവരുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവവചനം പറയുന്നത്, നിങ്ങളുടെ അലങ്കാരം എന്ന് പറയുന്നത് പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്കുചിതം. ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്കുചിതമായിട്ടുള്ള ഒരു അലങ്കാരമുണ്ട്. എന്താണ്? സൽപ്രവൃത്തികൾ. അതിനെക്കുറിച്ച് തിമോത്തിയോസിൻ്റെ 1 ലേഖനം 5 അധ്യായത്തിൽ തന്നെ അതിൻ്റെ 9-10 വാക്യങ്ങളിൽ നമുക്ക് മറ്റൊരു കാര്യം കാണുവാനായിട്ട് സാധിക്കും. അവിടെ ഒരു വിധവ സഭയിലുണ്ടെങ്കിൽ, അതായത് മക്കളില്ല, മക്കളോ കൊച്ചുമക്കളോ ഇല്ല, പുത്രപൗത്രന്മാരാരുമില്ല, അവരെ ശുശ്രൂഷിക്കാനോ അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനോ നിയമപരമായിട്ടോ പാരമ്പര്യപരമായിട്ടോ ആരുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ സഭ ആ ഒരു വിധവയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അതിന് കുറച്ച് യോഗ്യതകൾ പറഞ്ഞിട്ടുണ്ട്. തിമോത്തിയോസിന് എഴുതിയ ലേഖനം പഠിച്ചപ്പോൾ, നാം അത് 1 ലേഖനം പഠിച്ചപ്പോൾ അതിനെക്കുറിച്ച് അല്പമായി നമ്മൾ ചിന്തിച്ചതാണ്. അവിടെ ഒരു സഹോദരി വിധവയായി തീർന്നു. ആ സഹോദരിയെ സഭ ഏറ്റെടുത്ത് ആ സഹോദരിയുടെ മുഴുവൻ കാര്യങ്ങളും നടത്തണമെന്നുണ്ടെങ്കിൽ ആ സഹോദരിയുടെ യോഗ്യതകളെക്കുറിച്ചാണ് പറയുന്നത്. എന്തൊക്കെയാണ്? സൽപ്രവൃത്തികളാൽ സ്തുതിപ്പെട്ട്. അപ്പം ആ സഹോദരിയെക്കുറിച്ച് പറയുമ്പോൾ അവരെക്കുറിച്ചുള്ള പേരെന്തായിരിക്കണം? ഇന്ന സഹോദരി, അയ്യോ എന്തൊരു ഉപകാരിയായിട്ടുള്ള ആളാണെന്നറിയാമോ? എല്ലാ അയൽവക്കക്കാർക്കും സഭയിലുള്ളവർക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഭയങ്കര ഉപകാരം ചെയ്യുന്ന ഒരു സഹോദരിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പേര് അവർക്കുണ്ടായിരിക്കണമെന്നാണ്. അവർ ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ പേരിന് വേണ്ടി അല്ല ചെയ്യുന്നതെങ്കിലും അങ്ങനെ 4 പേർക്ക് ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പേര് ഇങ്ങനെ സാവകാശം അതങ്ങ് തനിയെ വന്നു ചേരുന്നതാണ് എന്ന് വിചാരിച്ച് പേരുണ്ടാക്കാനായിട്ട് മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ചെയ്യുന്ന പ്രവൃത്തികളല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ സൽപ്രവൃത്തികളാൽ സ്തുതിപ്പെട്ട ഏകഭർത്താവിൻ്റെ ഭാര്യയായിരുന്ന 60 വയസ്സിന് താഴെയല്ലാത്ത വിധവ മക്കളെ വളർത്തുകയോ പിന്നെ അതിഥികളെ സൽക്കരിക്കുകയോ. സാധാരണഗതിയിൽ ഒരാൾ വീട്ടിലേക്ക് വന്നാൽ അല്ലെങ്കിൽ ഒരു കുടുംബം വീട്ടിലേക്ക് വന്നാൽ ആർക്കാണ് അതിൻ്റെ ഭാരം ഏറ്റവും കൂടുതൽ? സ്ത്രീകൾക്കാണ്, അല്ലേ? എന്താണ്? അവർ ഓടി നടന്ന് അവിടെ ഓർഡറില്ലാതെ കിടക്കുന്നതെല്ലാം അടുക്കി വെച്ച് ക്ലീനാക്കി കുടിക്കാനും തിന്നാനും ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ എല്ലാം ഭർത്താക്കന്മാർ പുരുഷന്മാരെന്താ ചെയ്യുക? വരുന്ന ആളുകളുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് അവരെങ്ങനെ ഇരിക്കും? അതിൻ്റെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം വരുന്ന ആർക്കാ? അവിടുത്തെ സ്ത്രീകൾക്കാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇവിടെ ഈ ഒരു അതിഥികളെ സൽക്കരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അത് ഇങ്ങനെ ഒരു സ്ത്രീയോട് ബന്ധപ്പെടുത്തി പറയുവാനായിട്ടുള്ള കാരണം. അതിഥി സൽക്കാരം എന്ന് പറയും, നമുക്കറിയാം
ഒരു വീട്ടിലെ സ്ത്രീ തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിഥി സൽക്കാരം നടക്കുകയില്ലല്ലോ. പക്ഷേ സ്ത്രീ വിചാരിച്ചില്ലെങ്കിൽ അത് നടക്കുകയുമില്ല. അതുകൊണ്ട് സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ അവർ അതിഥികളെ സൽക്കരിക്കുകയോ വിശുദ്ധന്മാരുടെ കാലുകളെ കഴുകുകയോ, വിശുദ്ധന്മാരുടെ കാലുകൾ കഴുകുക, ഞെരുക്കമുള്ളവർക്ക് മുട്ട് തീർക്കുക, അതായത് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് മുട്ട് തീർക്കുക, സർവ്വ സൽപ്രവൃത്തിയും ചെയ്തു പോരുകയോ ചെയ്തെങ്കിൽ അവളെ തിരഞ്ഞെടുക്കാം. പിന്നെ വീണ്ടും പറയുക, സൽപ്രവൃത്തികളാൽ സ്തുതിപ്പെട്ടെന്ന് ആദ്യമേ പറഞ്ഞു, പക്ഷെ വീണ്ടും പറയുക, സർവ്വ സൽപ്രവൃത്തികളും ചെയ്തു പോന്നുവെങ്കിൽ അവളെ സഭയ്ക്ക് തിരഞ്ഞെടുക്കാം. ആ സഹോദരിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും സഭ ചെയ്യണം. അല്ലെങ്കിൽ അങ്ങനെ ഉത്തരവാദിത്വം ഇല്ലെന്നാണ് പറയുന്നത്. പൊതുവായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, എന്നാൽ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ആ നിലയിൽ അവിടെ ഇല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ വീണ്ടും, എന്തിനാണ് സഭായോഗം? എന്തിനാ സഭായോഗം? സഭായോഗം എന്തിനാണെന്ന് വചനത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ സഭായോഗം? എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരുപക്ഷെ കാണാപ്പാടം അറിയുന്നതായിട്ടുള്ളൊരു വാക്യമാണ്. ഈ കാണാപ്പാടം അറിയുന്ന ഈ വാക്യം എവിടെ ഇരിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ തലയിൽ. അത് ആ തലയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് പലപ്പോഴും വരുന്നില്ല. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമധികമായി ചെയ്യേണ്ടതാകുന്നു. അപ്പോൾ ഇവിടെ സഭായോഗത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുക. അതായത് ഓരോ സഭായോഗം കഴിയുമ്പോഴും സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കുമുള്ള ഉത്സാഹം വർദ്ധിച്ച് വരണം. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കുമുള്ള ഉത്സാഹം നമ്മുടെ എത്ര ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്? എത്ര ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്? നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത്? സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അന്യോന്യം അധികം നിങ്ങൾ പ്രബോധിപ്പിക്കണം. അതാണ് സഭായോഗത്തിൻ്റെ ലക്ഷ്യമായിട്ട് വചനം പറയുന്നത്. മറ്റ് പല കാര്യങ്ങളും സഭായോഗത്തിലുണ്ട് എന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷെ അതിൻ്റെ ഒക്കെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും അന്യോന്യം ഉത്സാഹം വർദ്ധിക്കണം. ഈ സ്ത്രീകളെക്കുറിച്ച് പറയുമ്പം സൽപ്രവൃത്തികളാലാണ് അവരുടെ അലങ്കാരം എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. നമുക്ക് അങ്ങനെ ഒരു സ്ത്രീയെക്കുറിച്ച് അപ്പസ്തോല പ്രവൃത്തികളിൽ നമുക്കൊരു വേദഭാഗം വായിക്കാം. 9-ാമത്തെ അധ്യായത്തിൻ്റെ 36 മുതലുള്ള വാക്യങ്ങളിൽ, യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീഥ എന്നു പേരുള്ള ഒരു ശിഷ്യയുണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. അപ്പോൾ തബീഥ എന്ന് പറഞ്ഞ ഒരു ശിഷ്യ, ഒരു സഹോദരിയെക്കുറിച്ച് വചനം എന്താ എഴുതിയേക്കുന്നത്? അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോകുന്നവളായിരുന്നു. എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ സൗകര്യം കിട്ടി തോന്നിയാൽ ചെയ്യുന്നതല്ല. എങ്ങനെയാ? എപ്പോഴും അല്ലേ? വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോകുന്നവളായിരുന്നു. ആ കാലത്ത് അവൾ ദീനം പിടിച്ച് മരിച്ചു. അയ്യോ, ഇതുപോലെ നല്ല ഒരു സഹോദരിക്ക് ദീനം പിടിച്ച് മരിച്ചു. ഞാൻ വിചാരിക്കുന്നു ദീനം പിടിച്ച് മരിച്ചത് ആ സഹോദരി ചെയ്യേണ്ടതായുള്ള ശുശ്രൂഷകൾ അത് തീർത്തു. അതുകൊണ്ട് ദൈവം അവരെ തിരിച്ചു വിളിച്ചതായിരിക്കും. നമ്മളെയൊക്കെ കർത്താവ് വിളിക്കാത്തതിൻ്റെ ഒരു കാരണം നമ്മളെ ചെയ്യാനായിട്ട് ദൈവം മുന്നൊരുക്കിയിരിക്കുന്നതായിട്ടുള്ള സൽപ്രവൃത്തികളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഇതുവരെയും. ഇനി എപ്പോഴെങ്കിലും മാനസാന്തരപ്പെട്ട് ചെയ്യുമോ എന്നറിയാൻ വേണ്ടി ആയുസിനെ ദീർഘിപ്പിച്ചത് തന്നതായിരിക്കാം. എന്നാൽ പിന്നെ ദീർഘായുസ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഉത്തരം എന്താ? ദീർഘായുസ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? സൽപ്രവൃത്തികൾ ചെയ്യാതെ. അങ്ങനെയല്ല. അതൊരു ദൈവപൈതലിൻ്റെ ആത്മീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അല്ല എന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയനായ കർത്താവിനോട് കൂടി ഇരിക്കുക എന്നുള്ളതാണ്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സ്നേഹിക്കുന്നതായിട്ടുള്ള ഒരാൾക്ക് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനായിട്ടുള്ള കർത്താവിനോട് ചേർന്നിരിക്കുന്നതാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അവിടെ ആ സന്തോഷം കഴിഞ്ഞിട്ടേ കുടുംബത്തിലും സഭയിലും ഒക്കെ ഉള്ള സന്തോഷം ഉള്ളൂ. അതുകൊണ്ട് ആരും അങ്ങനെ അതിനെ തെറ്റിദ്ധരിച്ച്
തെറ്റായി ചിന്തിച്ച് തെറ്റായിട്ട് പോകരുതെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കാലത്ത് അവൾ ദീനം പിടിച്ച് മരിച്ചു. അവർ അവളെ കുളിപ്പിച്ചൊരു മാളിക മുറിയിൽ കിടത്തി. ലുദ്ദ യോപ്പയ്ക്ക് സമീപമാകിയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു. നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കൽ വരണമെന്ന് അപേക്ഷിപ്പാൻ 2 ആളുകളെ അവൻ്റെ അടുക്കൽ അയച്ചു. പത്രോസ് എഴുന്നേറ്റ് അവരോട് കൂടെ ചെന്നു. എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവകളെല്ലാവരും കരഞ്ഞും കൊണ്ട് തബീത്ത തങ്ങളോടുകൂടി ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചും കൊണ്ട് അവൻ്റെ ചുറ്റും നിന്നു. അപ്പം ഈ തബീത്ത വളരെ സൽപ്രവൃത്തികൾ ചെയ്തു. ആർക്കാ ചെയ്തതെന്ന് അവിടെ ഒരു സൂചനയുണ്ട്. ആർക്കാ ചെയ്തേ? വിധവകൾ എല്ലാവരും അല്ലേ? വിധവകൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന, ഒരുപക്ഷെ മക്കൾ ഇല്ല, അല്ലെങ്കിൽ മക്കൾ നോക്കുന്നില്ല, അതല്ല എങ്കിൽ ഭർത്താവ് മരിച്ചുപോയി, അങ്ങനെ ആശ്രയമില്ലാതിരിക്കുന്ന ആളുകളാണ് വിധവകൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ഉടുപ്പൊക്കെ ആയിട്ട് വന്ന് കരഞ്ഞുകൊണ്ട് പത്രോസിൻ്റെ ചുറ്റും നിന്നു. അതാണ് തബീത്ത. പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെ തബീത്തമാരുണ്ടോ? വേണ്ടേ? വേണം. പിന്നെ മത്തായി എഴുതിയ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ ഒരു ദീർഘമായ ഒരു പാസേജാണ്. മനുഷ്യപുത്രൻ തൻ്റെ 31 മുതലുള്ള വാക്യങ്ങൾ, തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ചു. ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തി. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ ഒന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവിടെ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിച്ചു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇന്നത്തെ പൊതു വിശ്വാസത്തിൻ്റെ പ്രമാണം വെച്ച് നോക്കിയാൽ എങ്ങനെയാണ് തിരിക്കേണ്ടിയിരുന്നത്? വിശ്വസിച്ചവരെല്ലാം വലത്തേക്ക് പോവുക, വിശ്വസിക്കാത്തവരെല്ലാം ഇടത്തേക്ക് പോകും, അല്ലേ? അങ്ങനെയല്ലേ നമ്മളുടെ ചിന്തയിൽ പോലും ഇരിക്കുന്നതായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് അതാണ്. വിശ്വസിച്ചു രക്ഷിക്കപ്പെട്ടു അവരെല്ലാം വലതു ഭാഗത്ത്, വിശ്വസിച്ചില്ല ത്യജിച്ചു കളഞ്ഞു അവരെല്ലാം ഇടത്ത് ഭാഗത്ത്. അല്ല, അങ്ങനെയല്ല. വിശ്വാസം വേണ്ടെന്നല്ല കേട്ടോ. വിശ്വസിച്ച ആളുകളുടെ പ്രവൃത്തികളെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തിടത്തോളം. ഇവിടെ കർത്താവ് തൻ്റെ മക്കളെക്കുറിച്ച് പറയുന്നതായിട്ടുള്ള വാക്ക് എന്താണെന്നറിയാമോ? സഹോദരന്മാർ എന്നാണ്. ആരോ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു സ്നേഹിതന്മാർ. സ്നേഹിതന്മാരല്ല, കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടതായിട്ടുള്ള സ്നേഹിതന്മാർ ആയിരുന്നു. എന്നാൽ കർത്താവിൻ്റെ മരണശേഷം നമ്മൾ സ്നേഹിതന്മാരല്ല, സഹോദരന്മാരാണ്. പിതാവായ ദൈവത്തിന് മക്കളും കർത്താവായ യേശുക്രിസ്തുവിന് സഹോദരന്മാരുമാണ്. ഞാൻ നിങ്ങളെ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ ലജ്ജിച്ചില്ല എന്നാണ് നാം കാണിക്കുന്നത്. നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാണ് കർത്താവായ യേശുക്രിസ്തു. പ്രിയമുള്ളവരെ, എൻ്റെ ഈ ചെറിയ എളിയ അല്ലേ, എങ്ങനെയാ, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തിടത്തോളം
എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നരുളി ചെയ്യും. അപ്പോൾ അന്ത്യന്യായവിധി തേജസ്സിൻ്റെ സിംഹാസനത്തിലിരുന്നു കൊണ്ട് കർത്താവായ യേശുക്രിസ്തു ന്യായം വിധിക്കുമ്പോൾ അവിടെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാർക്ക് ചെയ്തതാണ് അവിടെ കണക്കിലെടുക്കുന്നത്. യാക്കോബ് എഴുതിയ ലേഖനത്തിലും സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കുക നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവിനെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികൾ ഇല്ലാത്തതാകയാൽ സ്വതവേ നിർജീവമാകുന്നു. സ്വതവേ നിർജീവമാകുന്നു പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ജീവനില്ലാത്ത ഒരു വിശ്വാസമാണ്. അപ്പോൾ നാം വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ വിശ്വാസം നമ്മുടെ പ്രവൃത്തികളിലൂടെ വെളിപ്പെട്ടു വരേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പൊതുവെ ആളുകൾക്ക് തോന്നുന്ന ആർക്കാണ് ഈ സൽപ്രവൃത്തികൾ ചെയ്യാൻ ഉത്തരവാദിത്വം? ആർക്കാ? സൽപ്രവൃത്തികൾക്ക് നിർവചനമൊന്നും കൊടുത്തിട്ടില്ല. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലും സഭയിലും സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ ഉള്ള എല്ലാ പ്രവൃത്തികളും സൽപ്രവൃത്തികളാണ്. എന്നാൽ സൽപ്രവൃത്തികൾ ചെയ്തവരെക്കുറിച്ച് സൂചനകളൊക്കെയുണ്ട്. വിശുദ്ധന്മാരുടെ കാലുകൾ കഴുകുക, മുട്ട് തീർക്കുക, അല്ലേ, ഉടുപ്പ് തയ്ച്ച് കൊടുക്കുക, തയ്യലറിയാവുന്ന നെയ്ത്തറിയാവുന്ന ഒരു സഹോദരി ആയിരുന്നിരിക്കണം തബീത്ത സഹോദരിക്ക് അറിയാവുന്നതായിട്ടുള്ള തൻ്റെ സാഹചര്യത്തിൽ നിൽക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തബീത്ത സഹോദരി ചെയ്തു. ഈ മുന്നൊരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികൾക്കല്ലാതെ സൃഷ്ടിക്കപ്പെട്ട ആരുമില്ല. അപ്പോൾ ഇത് ഏതെങ്കിലും സഭയിലെ ഏതെങ്കിലും ഒരു സഹോദരൻ്റെയോ ഒരു സഹോദരിയുടെയോ ഒരു കുടുംബത്തിൻ്റെയോ ഉത്തരവാദിത്വമല്ല. ഇത് സഭയിലെ 100% ആളുകളുടെയും ഉത്തരവാദിത്വമാണ്. പക്ഷേ ഓരോരുത്തർക്കും ദൈവം പ്രാപ്തി പോലെ ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്നതായിട്ടുള്ള സാധ്യതകളും സാഹചര്യങ്ങളും വ്യത്യസ്തമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുതന്നെയാണ് യാക്കോബ് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. ധനവാന്മാരോട് ഒരു പ്രത്യേക ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ദാനശീലരും സമ്പന്നരല്ലേ? എന്തെന്നാ വെച്ചാൽ നമ്മൾ സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ശരി. അപ്പോൾ അത് ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്നതായിട്ടുള്ള സാധ്യതകൾ അനുസരിച്ചും ഉപയോഗിച്ചും എല്ലാവരും അന്യോന്യം ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഈ ബൈബിളിലെ ഒരു വലിയ പ്രമാണമുണ്ട്. അന്യോന്യം അല്ലെങ്കിൽ തമ്മിൽ സഭയിൽ ദൈവം വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. എല്ലാം അന്യോന്യമാണ് അല്ലെങ്കിൽ തമ്മിലാണ്. പക്ഷെ അവിടെ അളവുകൾ ഒരു പക്ഷേ വ്യത്യാസം കാണും. പക്ഷേ ഇതിൽ നിന്നും ഒഴിവുള്ളവരായിട്ട് ദൈവസഭയിൽ ആരുമില്ല. സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും എല്ലാം ഉത്സാഹം വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ ചിലർക്ക് ഉത്സാഹം, ശരി, ചില സഹോദരന്മാർക്ക് ഉത്സാഹം വരട്ടെ, അല്ലെങ്കിൽ ഇന്ന ആളുകൾക്ക് ഉത്സാഹം വരട്ടെ, അല്ലല്ല, എല്ലാവർക്കും. ചിലപ്പോൾ ഒരാൾക്ക് കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ഒരു വിധവ പോയി 2 കാശ് ഇട്ടതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞത്, ആ വിധവ തനിക്കുള്ളതൊക്കെയും വിട്ടു. കൂടെ വന്ന 100 അല്ലെങ്കിൽ 1000 ഒക്കെ ഇട്ടവരെക്കാൾ ഏറ്റവും അധികം കൊടുത്തത് ആരാണ്? ആ വിധവയാണ്. കാരണം ആ വിധവയ്ക്കുണ്ടായിരുന്ന 2 കാശ് കൊടുത്തു എന്നുള്ളതാണ്. ദൈവം ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്നതായിട്ടുള്ള പ്രാപ്തി വ്യത്യാസമാണെന്നുള്ളതിനെക്കുറിച്ച് സംശയമില്ല. എന്നാൽ ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവുള്ളവരായിട്ട് ദൈവസഭയിൽ ഒരു സഹോദരനുമില്ല, ഒരു സഹോദരിയുമില്ല, ഒരു കുടുംബവുമില്ല. ശരി. ഞാൻ രക്ഷിക്കപ്പെട്ട കാലം മുതൽ എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഒരു ബോധ്യവുമൊക്കെ ദൈവം നൽകിയിരുന്നു. ഞാൻ മെമ്പറായിരുന്ന സഭകളിൽ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പല മുൻകൈകൾ എടുക്കുകയും പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുകയും സഹോദരന്മാരെ അങ്ങനെ ഒരുമിച്ച് കൂട്ടി ഇങ്ങനെ സൽപ്രവൃത്തികളിൽ മുമ്പന്മാരായി പോകേണ്ടുന്നതിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്ത ഒരാളാണ്. പക്ഷേ പലപ്പോഴും
അതിന് ശരിയായിട്ടുള്ള ഗുണം ഉണ്ടായില്ല, അല്ലെങ്കിൽ ഒരു 10-20% മാത്രമേ അതുകൊണ്ടുള്ള ഒരു പ്രയോജനം ഉണ്ടായുള്ളൂ. പലപ്പോഴും അത് ഗുണത്തേക്കാൾ ഏറെ ദോഷമായി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വചനം പറയുന്നതും ആയിട്ടുള്ള പല കാര്യങ്ങളെയും നമ്മൾ സഭകളിൽ നടത്തുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ഗുണകരമല്ലാതെ അത് ദോഷകരമായിട്ട് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാനന്ന് വളരെ ചിന്തിക്കുകയും ഭയപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷേ ഞാൻ വിചാരിക്കുന്നു പല ആളുകളും അനേക സഭകളിലും രക്ഷിക്കപ്പെട്ടവരല്ല, ഈ വിശ്വാസികൾ എന്നുള്ള പേര് മാത്രമുള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുകയില്ല. അതിനിടയ്ക്ക് പിറുപിറുപ്പും അല്ലേ, അതിഥി സൽക്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ പത്രോസ് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പിറുപിറുപ്പ് കൂടാതെ അതിഥി സൽക്കാരം ചെയ്യുവിൻ. അപ്പോൾ അതിഥി സൽക്കാരം ചെയ്യുമ്പോൾ പിറുപിറുപ്പ് കൂടാതെ ചെയ്യുവിൻ എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താ? പിറുപിറുക്കാനുള്ള സാധ്യത അതിഥി സൽക്കാരം ചെയ്യുമ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അല്ലേ? എങ്ങനെയാണ് അതിഥി സൽക്കാരം ചെയ്യുമ്പം പിറുപിറുപ്പ് ഉണ്ടാകാൻ സാധ്യത? ഞാൻ എൻ്റെ ഭാവനയിൽ നിന്ന് പറഞ്ഞോട്ടെ. എൻ്റെ വീട്ടിൽ വന്നു, ഞാൻ ഇന്നതൊക്കെ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് കൊടുത്തു, അവിടെ ചെന്നപ്പോൾ കഞ്ഞിയും ചമ്മന്തിയെ തന്നുള്ളൂ അല്ലേ? പിറുപിറുപ്പായില്ലേ? കഞ്ഞിയും ചമ്മന്തിയും തന്നു കഴിഞ്ഞാൽ കഞ്ഞിയും ചമ്മന്തിയും കഴിച്ചേച്ച് സന്തോഷത്തോടെ സ്തോത്രം ചെയ്തേച്ച് പോരണോന്നേ. പിറുപിറുക്കരുത്. ഓരോരുത്തർക്കും ദൈവം കൊടുത്തിട്ടുള്ള പ്രാപ്തി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ചും ആളുകളെ ഭവനങ്ങളിൽ സ്വീകരിക്കുവാനോ അവരെ സൽക്കരിക്കുവാനോ ഒന്നും ആളുകൾക്ക് താല്പര്യമില്ല. ആരെങ്കിലും വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും സന്തോഷമല്ല, അയ്യോ വരുവാണോ, പെട്ടെന്ന് ഒരു ദുഃഖമാണ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. കാരണം എന്താ? പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സഹോദരിമാരാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ അധ്വാനം, അതിൻ്റെ പുറകിൽ അധ്വാനം. ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തേച്ചെങ്കിൽ പോയാൽ മതി. സഹോദരിമാർക്ക് ഒത്തിരി അധ്വാനമുണ്ട്. പണ്ടത്തെ സഹോദരിമാരൊക്കെ ഈ വെള്ളം കോരുകയും വിറക് വെട്ടുകയും തീ കത്തിക്കുകയും അങ്ങനെ ഒത്തിരി അരയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന, നെല്ല് കുത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സഹോദരിമാർക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സഹോദരിമാർക്ക് അവർക്ക് മുട്ടുവേദന, എളിവേദന, കഴുത്ത് വേദന, നടുവുവേദന, കാലുവേദന, കൈവേദന, അങ്ങനെ വേദന മാറിയിട്ട് ഒന്നും ചെയ്യാനായിട്ട് അവർക്ക് ഞാൻ ആരെയും ദയവ് ചെയ്ത് ക്ഷമിക്കണം, ഞാൻ ആരെയും ഒന്നും വെച്ചല്ല ഞാൻ പറയുന്നത്, ഞാനൊരു യാഥാർത്ഥ്യം അങ്ങ് പറയുകയാണ്. അപ്പോൾ അങ്ങനെയാണ് 21-ാം നൂറ്റാണ്ടിൽ നമുക്ക് മിക്സിയും ഒക്കെ എല്ലാവർക്കും എല്ലാ കുടുംബങ്ങളിലും വന്നതായിട്ടൊരു കാര്യമാണ്. നമുക്ക് അരയ്ക്കാനായിട്ട് അരകല്ല് വേണ്ട, ഇന്ന് മിക്സിയുണ്ട്. വെള്ളം കോരാൻ തൊട്ടിയും കയറും വേണ്ട, കിണർ വേണ്ട, ഇന്ന് നമുക്ക് കുഴൽ കിണറുണ്ട്, മോട്ടറുണ്ട്. നമുക്കിന്ന് ഏറ്റവും അല്ലേ, നമ്മളെല്ലാവരും ഫാൻ ഇട്ടിട്ടുണ്ട് അല്ലേ? നമുക്ക് വീശാൻ പോലും പണ്ട് നമ്മൾ പാള ചെത്തി ഉണ്ടാക്കി നമ്മൾ വീശുമായിരുന്നു, അപ്പോൾ കൈക്കെങ്കിലും ഒരു എക്സസൈസ് കിട്ടുമായിരുന്നു. ഇപ്പോൾ വീശാൻ പോലും നമുക്ക് വേണ്ട, ഫാൻ നമ്മളെ എപ്പോഴും അങ്ങനെ വീശി തന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് ശാരീരികമായിട്ടുള്ള യാതൊരു അധ്വാനവും ആവശ്യമില്ലാത്ത ഒരു പ്രകൃതിയായിപ്പോയി. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാ ശരീരത്തിൻ്റെ മസിലുകൾ വീക്കായി, നമ്മുടെ ജോയിൻറ്റുകളെല്ലാം അതിൻ്റെ എല്ലാ ലൂബ്രിക്കേഷനും ഒക്കെ പോയി, തേയ്മാനം എന്നൊക്കെ പറയുന്നു. പണ്ടൊക്കെ ആളുകൾ തേയ്മാനം ഉണ്ടായത് അവരുടെ വാർദ്ധക്യത്തിൻ്റെ അവസാന ഭാഗത്ത് അമിത പണിയുണ്ടായിരുന്നു. ഇപ്പോൾ പണി എടുക്കാത്തത് കൊണ്ടാണ്. ഏതെങ്കിലും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെയോട് ചോദിച്ചാൽ അറിയാം ഇന്നത്തെ ആളുകൾക്ക് തേയ്മാനം വരുന്ന പണിയെടുക്കാത്തത് കൊണ്ടാണ്. അല്ലേ അജയൻ സാറേ? പണിയെടുക്കാത്തത് കൊണ്ടാണ്. കാരണം അവർക്ക് ആവശ്യമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള വ്യായാമം അവർക്ക് ലഭിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ കുറച്ചൊക്കെ മാറിയേ തീരൂ. ദൈവ ഇഷ്ടം നിറവേറണമെങ്കിൽ നമുക്ക് കുറച്ച് കഷ്ടപ്പെടാനും സഹിക്കാനും നമ്മുടെ ശരീരം തന്നെ ആരോഗ്യമായിട്ട് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. കാരണം എന്താ? ഇത് നമ്മുടെ സ്വന്തമല്ല, ഇത് കർത്താവിൻ്റെയാണ്. കർത്താവിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ഇത് കർത്താവിന് വേണ്ടി എരിഞ്ഞു തീരാൻ ഉപയോഗിക്കാൻ വേണ്ടി ദൈവം വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ സ്വന്തമാക്കിയതാണ്. പക്ഷേ ഇത് നമുക്ക് വേണ്ടിയും ഉപകാരപ്പെടുന്നില്ല, മറ്റാർക്കും വേണ്ടിയും ഉപകാരപ്പെടുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഈ സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ പലപ്പോഴും പിന്നെ സംഭവിക്കാൻ പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്, 1-ാം നൂറ്റാണ്ടിൽ നമുക്കറിയാം യെരുശലേമിൽ സഭയുണ്ടായപ്പോൾ അവിടെ നമ്മൾ 3, 4, 5 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ പുരുഷന്മാർ തന്നെ
5000-ലേറെയായി, 5000-ഓളം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, പുരുഷന്മാർ തന്നെ. അപ്പോൾ സ്ത്രീകളും പിന്നെ കുഞ്ഞുങ്ങളും ഒക്കെ കൂടെ കൂടുമ്പോൾ എങ്ങനെയും 10,000-15,000-20,000 ആളുകൾ ഉണ്ടായിരുന്നിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവിടെ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായി. എന്താ, ചിലരെ ഒന്നും പരിഗണിക്കുന്നില്ല. അപ്പോൾ അപ്പോസ്തലന്മാരെന്ത് പറഞ്ഞു? ശരി, ഞങ്ങൾ ഇനി മേശയിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ഞങ്ങൾ കുറച്ച് ആളുകളെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞതായിട്ടുള്ള ഒരു 7 പേരെ നിങ്ങളിങ്ങ് തിരഞ്ഞെടുത്തുകൊണ്ട് പോരെ, അവരെ ഈ വേലയ്ക്കാക്കാൻ ഞങ്ങൾ വചന ശുശ്രൂഷയിലും വായനയിലും ഒക്കെ ഞങ്ങൾ ഉറ്റിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ആരാ? അപ്പോസ്തലന്മാരാണ്. ഈ അനന്യാസും സഫീറയും അവരും വസ്തു വിറ്റിട്ട് ആർക്കാ കൊണ്ട് കൊടുത്തേ? അപ്പോസ്തലന്മാരുടെ കയ്യിലാണ് കൊണ്ട് കൊടുത്തേ, അല്ലേ? അപ്പോൾ ഈ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്താൽ അത് പ്രത്യേകിച്ച് അത് സ്വീകരിക്കുന്ന ആളെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണമെന്ന് ഈ കൊടുക്കുന്ന ആൾക്കൊരു മോഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു സഭയിലെ ഒരു മെമ്പറിനെ വിളിച്ച് പറഞ്ഞു, സഹോദര, നമ്മുടെ സഭയൊന്നുമല്ല കേട്ടോ, സഹോദര, ഞങ്ങളിങ്ങനെ ഒരു രോഗിയെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ സഭയിൽ നിന്ന് ആ രോഗിക്ക് വേണ്ടി ഒരു കളക്ഷൻ എടുത്തു. ഞാൻ കൊടുക്കുന്നത് നേരിട്ടേ കൊടുക്കുന്നുള്ളൂ, സഭയിലൊന്നും ഞാൻ ഇടുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സഹോദരി, അത് ശരിയല്ലല്ലോ, അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ആ സഭയിൽ തന്നെ സഭയിൽ കളക്ഷൻ എടുത്ത് കഴിഞ്ഞു എങ്കിലും അത് നിങ്ങൾ ആ സഹോദരനെ ഏൽപ്പിക്കുക, അത് സഭയുടേതായിട്ട് പോകട്ടെ. പ്രിയമുള്ളവരെ, എന്താണ് ആ മനോഭാവം എന്നറിയാമോ? ഞാൻ കൊടുക്കുന്നത് ഒരു പക്ഷേ കുറച്ച് മെച്ചമായൊരു തുകയായിരിക്കാം. അത് ഞാൻ കൊടുത്തു എന്നുള്ളത് ഈ ലഭിച്ചതായിട്ടുള്ള ആൾക്ക് അറിയണം. അപ്പോൾ അങ്ങനെ ഒരു മനോഭാവത്തോടു കൂടിയുള്ള കൊടുപ്പിന് യാതൊരു, നിൻ്റെ വലത്തെ കൈ കൊടുക്കുന്നത് ആരറിയരുതെന്നാണ് പറഞ്ഞേക്കണേ? ഇടത്തെ കൈ പോലും അറിയരുതെന്നാണ്, അല്ലെങ്കിൽ പ്രതിഫലം കിട്ടിപ്പോയി. അപ്പോൾ മറ്റുള്ളവർ അറിയേണ്ടതിന് വേണ്ടി, അറിയിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ കോവിഡ് കാലത്ത് ഈ ധാരാളം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധാരാളം സംഭാവനകൾ ലഭിച്ചിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി രാത്രി വൈകുന്നേരം 7 മണിക്ക് എഴുന്നേറ്റ് നിന്ന്, 7 മണിക്കല്ലേ, അത് 6 മണിക്കോ, 7 മണിക്ക് വന്ന് വായിക്കും, ഇന്ന ആൾ ഇത്ര രൂപ കൊടുത്തു. എന്തോ ഒരു തിരക്കായിരുന്നു കൊടുക്കാൻ. ഇനി മുഖ്യമന്ത്രി അങ്ങനെ വായിക്കുന്നില്ല എന്ന് വിചാരിച്ചോ? ഈ കൊടുക്കലൊക്കെ അതിൻ്റെ 10-1 പോലും ഉണ്ടാകുകയുമില്ല. അപ്പോൾ മറ്റുള്ളവരെ കാണിക്കേണ്ടതിനും മറ്റുള്ളവരെ ഈ സഹായം മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതിനും ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഉപയോഗിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത് സഭാ ശുശ്രൂഷകന്മാരെ സ്വാധീനിക്കാനായിട്ട് അവർക്ക് അങ്ങനെ പൈസ മേടിക്കുന്നതായിട്ടുള്ള സഭാ ശുശ്രൂഷകന്മാർ കൊണ്ട് കൊടുക്കും. അപ്പം ശുശ്രൂഷകന്മാരുടെ വായൊക്കെ അങ്ങ് അടപ്പിച്ച് അവർക്ക് എന്ത് തോന്നിവാസം ചെയ്താലും അതിനെതിരെ ഒന്നും മിണ്ടില്ല. അങ്ങനെയുള്ള ശുശ്രൂഷകന്മാരുണ്ട്. അങ്ങനെയുള്ള സമ്പന്നരായിട്ടുള്ള വിശ്വാസികളും അനേക സഭകളിലുമുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. പ്രിയമുള്ളവരെ, നമ്മൾ കൊടുക്കുമ്പോൾ അത് നാം കൊടുത്തു എന്ന് അത് കിട്ടുന്നയാൾ അറിയാതിരിക്കുന്നതാണ് ഏറ്റവും യോഗ്യം. ദൈവസന്നിധിയിൽ എന്തെങ്കിലും പ്രതിഫലം വേണമെങ്കിൽ അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ നേരിട്ട് കൊടുത്താൽ എന്താ, അവിടെ ഒരു ചെറിയ ഇടപാടല്ലേ? നാളെ കാണുമ്പം സഹോദരി സ്തോത്രം അല്ലെങ്കിൽ സഹോദര സ്തോത്രം എന്നൊക്കെ എന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള ചില ഗുണങ്ങളുണ്ട്. അതൊന്നും ദൈവവചനപ്രകാരം ശരിയായിട്ടുള്ള കാര്യമല്ല. സഭയാണ് ഏറ്റവും വലിയ മർമ്മവും സഭയാണ് ദൈവസന്നിധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനകത്ത് വ്യക്തികളുടേതായിട്ടുള്ള യാതൊരു വക സ്വാധീനത്തിനും വ്യക്തികളുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്കും അവിടെ ഇല്ല. ഈ വ്യക്തികളൊക്കെ, നമ്മളൊക്കെ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ് എന്ന് നമുക്കറിയാമല്ലോ. ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് തമ്മിൽ ഈ കൈ എന്തെങ്കിലും ഈ കൈക്ക് വേണ്ടി ചെയ്താൽ അല്ലെങ്കിൽ കാലിന് വേണ്ടി ചെയ്താൽ നന്ദി പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇന്ന് സ്വാധീനിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ കൈക്ക് ഈ ഇടത്തെ കൈ എന്നോടത്ര സഹകരിക്കുന്നില്ല, എന്നാൽ പിന്നെ ആ കൈയെ ഒന്ന് സ്വാധീനിക്കാൻ വേണ്ടി എനിക്ക് ചിലതൊക്കെ ചെയ്യണം എന്ന് ചിന്തിക്കൂ? ഇല്ല. നമ്മൾ ഒരു ശരീരമായി, സഭയായി ദൈവസന്നിധിയിൽ മുമ്പോട്ട് പോകുമ്പോൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം അർത്ഥവും അതിന് വ്യാപ്തിയും ഉള്ളത്. അതല്ല എങ്കിൽ ഇതൊക്കെ ഗുണമല്ല, ദോഷമത്രേ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിത് പറയുമ്പോഴും എനിക്ക് ഭയമുണ്ട്. ഗുണകരമായിട്ട് തീരേണ്ട പല കാര്യങ്ങളും ദോഷകരമായിട്ട് തീരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. പക്ഷേ ഈ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്നും ആർക്കും ഒരു ഒഴിവ് കഴിവുമില്ല. ഇത് ഏതാനും പേർക്കുള്ളതല്ല, ഇത് സമ്പന്നർക്കുള്ളതല്ല, ഇത് സഭയിലെ എല്ലാവർക്കും ഉള്ളതാണ്. സഭയിൽ, നമ്മൾ കൊരിന്ത്യർ സഭയിലാണെന്ന് തോന്നുന്നു, മുട്ടുള്ളവർ ആരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നതില്ല.
ചിലപ്പോൾ ചില ആളുകൾ അവരുടെ അവിവേകം കൊണ്ട് മുട്ടുണ്ടാക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവരെയൊക്കെ, അതായത് സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകളും അതല്ലെങ്കിൽ അധ്വാനിക്കാതെ ഇരിക്കുന്നതിന് ഭക്ഷണം കഴിക്കാൻ പോലും അരുത് എന്നാണ് വചനം പറയുന്നത്. അധ്വാനിക്കാത്തവൻ ഭക്ഷണം പോലും കഴിക്കാൻ അവൻ അർഹതയില്ല. അധ്വാനിക്കാത്ത ഒരാൾക്ക് യാതൊരു സഹായവും ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. മറിച്ച് അവനെ വിളിച്ച് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ അധ്വാനിക്കണം എന്ന് പറയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ദുർച്ചെലവ് നടത്തുന്ന ആളുകളോട് നിന്റെ ദുർച്ചെലവ് നിർത്തണം എന്ന് പറയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇനി അങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമുക്ക് ആളുകളെ സഭയിൽ ദൈവപ്രസാദമായിട്ട് വളർത്താനായിട്ട് കഴിയുള്ളൂ. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മെ രക്ഷിച്ചിരിക്കുന്നത്, നമുക്ക് വേണ്ടി കർത്താവ് വന്നത്, സഭായോഗങ്ങളുടെ ലക്ഷ്യം എന്ന് തുടങ്ങി ധാരാളം കാര്യങ്ങൾ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ഇതേ നമ്മൾ കണ്ടു. നമ്മൾ സൽപ്രവൃത്തികളിൽ മുമ്പന്മാരായി വരുന്ന ദിവസങ്ങളിൽ തീരേണ്ടത് ആവശ്യമാണ്. അതിന് സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ.